സെക്കൻഡ് നമുക്ക് ചെയ്യാം. ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യും. ഇൻഹേൽ അപ്പ് സ്ലോലി, റേസ് യുവർ ഹീൽസ് അപ്പ് ആൻഡ് ഫോക്കസ് ഓൺ വൺ പർട്ടിക്കുലർ പോയിന്റ്. 3, 2 and 1 slowly exhale and come back. വളരെ സാധാരണ കാലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത് ആ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് പ്രോപ്പറാക്കി നമ്മൾക്ക് കാല് സ്പ്ലിറ്റ് ചെയ്ത് ട്രയാങ്കിൾ പോസിൽ നിങ്ങൾക്ക് നോക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയ ഡയഗണൽ വിഷനിൽ നോക്കിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്യുക. വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. അതിനുശേഷം ഇടത് കാല് ചരിച്ചു വെച്ച് 2 കൈയും സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുമടക്കി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് ഈ അടുത്ത ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറാണ്. നമ്മുടെ ഷോൾഡർ ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. തിരിച്ചും ശേഷം ഷോൾഡർ റൊട്ടേഷൻ ബന്ധമാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ ആ ബ്രത്തില് വളരെ വിഷമം തോന്നിയവരുണ്ടല്ലോ, 20-ന് മുകളിൽ ആയവർ, അവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ നെഞ്ച് നന്നായിട്ട് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മുടെ നട്ടെല്ല് കുറച്ചുകൂടി ഉയർത്തി വയ്ക്കുക. നിങ്ങളുടെ വീട്ടിലൊരു പലകയുണ്ടെങ്കിൽ ഈ നടുക്ക് ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്ലോലി എക്സേൽ 1 by 1. പ്രാക്ടീസ് ചെയ്യുന്നതിനെ കാണാനുണ്ട്. സുരേഷേട്ടൻ നല്ല അസലായിട്ട് കോബ്ര പോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു റോയൽ ഐറ്റം നന്നായിട്ട് ചെയ്തത് സുരേഷ് തന്നെയാണ്. കാരണം ഇതിൻ്റെ പോയിന്റ് ഏതാണെന്ന് പറയാം, നിങ്ങളുടെ ശരിക്കും നടുവിൻ്റെ നടുക്കായിട്ടുള്ള ഭാഗമായിരിക്കണം ഫ്ലെക്സ് ആവേണ്ടത്. അവിടെയാണ് ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ്. ഇത് ചെയ്യുമ്പോഴല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഇനി വളരെ സാവധാനം നിങ്ങൾ പൊസിഷൻ നമ്മളുടെ 2 കൈയും ഒരു കാലും ഒരേ ലൈനിൽ വരത്തക്ക വിധം ഡോർമലിൻ്റെ സ്ക്രീനിലേക്ക് വന്ന് നോക്കുക. ഓക്കെ, ഈ കൈസിൻ്റെ സ്ട്രെച്ച്, കാലിൻ്റെ ലൈൻ 3 ഒരു പൊസിഷനിലേക്ക് ഉണ്ടാവും. വളരെ സാവധാനം ആ കാലം തിരിച്ച് ഫോർലെഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ശേഷം മറ്റ് വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് ഹൈഡ്രേറ്റഡ് ആവാനുള്ള സബ്സ്റ്റൻസസ് എല്ലാം വെള്ളത്തിൽ നിന്നെടുത്തതിന് ശേഷം അത് വെളിയിലേക്ക് തള്ളുന്ന യൂറിനേഷൻ. ഇതിനെല്ലാം ദൈവദത്തമായ ഒരു ഫിസിയോളജി നമുക്ക് ലഭിച്ചെങ്കിൽ ആ ഫിസിയോളജിയെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം ഇന്നത്തെ പൊതുജീവ പ്രസംഗത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ യൂണിയൻ കൗൺസിലിന്റെ മീറ്റിംഗിൽ ഞങ്ങൾക്കൊരു ഇടയ്ക്കൊരു ഫീഡ്ബാക്ക് വന്നു. അവിടെ നോക്കിയാൽ പിന്നെ ഈ മൈദയുടെ പ്രവർത്തിക്ക് ചുരുക്കത്തില്ല, പക്ഷെ ഈ കൈവച്ച് വീശി അടിച്ച മൈദക്കകത്തോട്ട് വെജിറ്റബിൾ, ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ വെജിറ്റബിൾസ് ഇതിൽക്കൊക്കെ തമിഴ്നാട്ടിൽ ഏറ്റവും മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിച്ച് എല്ലാവരും